ഇത് ഷൂട്ട് ചെയ്ത ഓർമ്മയുണ്ടോ? പിന്നെ നല്ല ഓർമ്മയുണ്ട്. വിജയവാഹിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ അവിടുത്തെ സെറ്റ് ആയിരുന്നു. അവിടെ സെറ്റ് ഇട്ടതാണ്, ഔട്ട്ഡോർ സെറ്റാണ് അതവിടെ. എന്നാലും അതിനുശേഷം തമിഴിലാണ് അഭിനയിച്ചല്ലേ? അല്ല, തമിഴ് സ്കൂളിൽ മലയാളം തന്നെ. ജീവിക്കുവാൻ അനുവദിക്കുക, നസീർക്കാട് അനിയത്തിയായിട്ട്. അതിലും ഈ ഡാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ബേറ്റ്. അതുകൊണ്ടാണ് അതിന് പോയത്. പാവപ്പെട്ടവൾ സത്യൻ ചേട്ടൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു. കുറച്ച് പടങ്ങൾ ബേബിയായിട്ട്, വിരുന്നുകാരിയിൽ ഒരു പാട്ട്, അങ്ങനെ അഭിനയിച്ചു. പക്ഷെ അന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ഓർമ്മയാണ്. ജീവിക്കാൻ അനുവദിക്കുക പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പ്രേം നസീറാണ് നടൻ, ഞാൻ അനിയത്തിയായിട്ട് അഭിനയിക്കണം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എനിക്കെന്തോ പ്രേം നസീർ, ഞാനന്ന് കളിച്ചു നടക്കണ പ്രായം, എനിക്ക് ഇതറിയില്ലായിരുന്നു. പിന്നീട് ഹീറോയിനായപ്പോഴാണ് ഇദ്ദേഹം എത്ര വലിയൊരു നടനാണ്. പക്ഷെ സെറ്റിൽ വന്നാലും നസീർക്ക് അങ്ങനെ യാതൊരു ജാടയും ഒന്നുമില്ല. നമ്മളുടെ കൂടെ ഇരിക്കാൻ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു വലിയൊരു നടനാണ്, നമ്മൾ അങ്ങനെയൊന്നും ഒരു അവസാനം വരെ നസീർ ഖാൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു. രസകരമായിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് നമുക്കിപ്പോൾ ഈ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ തന്നെ വയസ്സില് എൻ്റെ ഒരു അച്ഛൻ്റെ വീട്ടിലൊരു ഡാൻസ് മാസ്റ്റർ വന്ന് പഠിപ്പിക്കുമായിരുന്നു. ഇവളെ കണ്ടപ്പോൾ എനിക്ക് ഈ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാല് ബാലൻസ് ചെയ്ത് ഒരു കാല് ചവിട്ടാനുള്ള സ്റ്റെപ്പ് വെക്കാനുള്ള ആയിട്ടില്ല. അപ്പോൾ മാഷ് താഴെ നിന്നിട്ട് ഈ കാല് പിടിക്കും, എന്നിട്ട് ഈ കാലുകൊണ്ട് തൈ എന്ന് പറയും. അങ്ങനെയാണോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഡാൻസേഴ്സിൻ്റെ ഫോട്ടോസ് പേപ്പറിൽ വരണം മുഴുവൻ കട്ട് ചെയ്ത് വലിയൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ കുമാരി കമലയുടെ ഒരു രാമൻ്റെ പോസിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് തുറന്നു വെച്ച് ആ പോസിലൊക്കെ നിൽക്കും. പിന്നെ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്നത് നായികയായിട്ട് ഞാൻ ശരിക്കും അഭിനയിക്കുന്നത് പൊണ്ണുക്ക് തങ്കമൻസ് തമിഴ് സിനിമയിലാണ്. അതിന് മുമ്പ് ഉമ്മാച്ചുൽ അഭിനയിച്ചു. സത്യമാഷായിട്ട് നല്ല ഒരു ഇതുണ്ടായപ്പോൾ നല്ലൊരു ഓർമ്മയായിരിക്കും. നല്ല ഓർമ്മകൾ ഒരുപാട്. ചിലപ്പോൾ സിനിമയിൽ ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടുള്ളൂ സത്യമാഷിൻ്റെ കൂടെ. രണ്ടാമത്തെ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് MT വാസുദേവൻ നായർ സാറിൻ്റെ ഒരു കുറ്റവും ശിക്ഷയും അല്ലേ, അവിടെ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ടു സെർവ് വിത്ത് ലവ് എന്നൊരു ഇംഗ്ലീഷ് പടത്തിൻ്റെ അതിൻ്റെ ഒരു ടേക്ക് ഓഫ് പോലെ, രവി മേനോൻ്റെ ആദ്യത്തെ മലയാള പടം. അപ്പോൾ ഞങ്ങളായിരുന്നു സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങളായിരുന്നു അല്ല അഭിനയിച്ചിരുന്നത്. ആ സമയത്താണ് ഉമ്മാച്ചുന് എന്നെ ബുക്ക് ചെയ്യുന്നത്. അവിടെ ഷൊർണൂർ അവിടെ വെച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. പക്ഷെ ആ പടം കംപ്ലീറ്റ് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ പൊണ്ണുക്ക് തങ്കമനസ് തമിഴിൽ ചെയ്തു. പിന്നീട് തമിഴിൽ അങ്ങനെ അധികം തുടർന്നോ? ഇല്ല, തമിഴ് തെലുങ്കിലും ചെയ്തു. അന്നത്തെ കാലത്ത് ഒരുപാട് മോഡൽ ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് രംഗത്ത് അതിന് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. അഭിനയിക്കുന്നതിന് മുമ്പ് പൊണ്ണുക്ക് തങ്കമനസിൽ ഞാൻ അഭിനയിക്കാൻ കാരണം എൻ്റെ മോഡലിംഗ്. മോഡൽ അന്നത്തെ ഒരുമാതിരി എല്ലാ VIP വാനിറ്റി കേസ് ആദ്യം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാനാണ് മോഡൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മോഡൽ. അതിലൊരു മോഡലിങ്ങിൻ്റെ ഒരാൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തി. അതിലെ ജഡ്ജസ് ആയിരുന്നു P. മാധവൻ, അന്നത്തെ ഡയറക്ടർ P. മാധവൻ, ശിവാജി ഗണേശൻ, അവരൊക്കെയായിരുന്നു അന്നത്തെ ജഡ്ജസ്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല. ഐ വാസ് ഡിസ്ക്വാളിഫൈഡ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ P. മാധവൻ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ക്യാരക്ടർ ഉണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം അന്ന് എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുത്തി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബീയിങ് എൻ ആക്ട്രസ്. ഒരു അഭിനേത്രി എന്ന് പറഞ്ഞാൽ ആ മുദ്ര കുത്തിക്കഴിഞ്ഞാൽ അവസാനം വരെ ആ മുദ്ര ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വരാവുന്ന വൈഷമ്യങ്ങൾ, അതുകൊണ്ട് വരാവുന്ന നേട്ടങ്ങൾ, ഇത് രണ്ടും വ്യക്തമായിട്ട് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. ഇനി മോള് ഡിസൈഡ് ചെയ്യുന്നു. അന്നത്തെ ചോരത്തെളുപ്പ് ഞാൻ പറഞ്ഞു, ആ രസം ആ നോക്കാം അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എങ്ങനെയാണ്? അപ്പോൾ അച്ഛൻ ഗൈഡ് ലൈൻസ് വെച്ചു. അമ്മ കൂടെ വരും, അമ്മ പറയുന്നതേ ഞാൻ ഉടുക്കാവൂ, അമ്മ പറയാത്തത് വേണ്ടാന്ന് പറഞ്ഞാൽ നോ ക്വസ്റ്റ്യനിങ്, നോ ആർഗ്യുമെൻറ്റ്സ്, യു ഹാവ് ടു സേ നോ എന്നൊക്കെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് അമ്മ വരും. അമ്മയായിരുന്നു എൻ്റെ. അല്ല, അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിന് സപ്പോർട്ടായിരുന്നു. അല്ല, ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ഈ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും വിപിൻ മോഹനും അതാ ബന്ധം. ഞങ്ങളുടെ ലേഡീസ് ക്ലബിലത്തെ ഡ്രാമയിലെ അന്ന് ഒരു ചവിട്ടിക്കുഴച്ച മണ്ണ് എന്നിട്ട് ഡ്രാമ, അന്ന് അവാർഡൊക്കെ കിട്ടിയതാ. ഞങ്ങളുടെ മഹിളാ സമാജം അത് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വിപിൻ അന്ന് ചെറുതാ എൻ്റെ മകനായിട്ട് അഭിനയിച്ചു. വിപിൻ ചേട്ടന് 8 വയസ്സുണ്ടാവും. അന്ന് മുതൽക്ക് ഞാൻ എൻ്റെ മകനവൻ, ഞങ്ങൾ ഒരുമിച്ച് മൂത്ത മകൻ എന്നാ പറയുക. ഞാൻ വീഞ്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏട്ടനും വീഞ്ചേട്ടനും തമ്മിൽ പേര് വിളിക്കില്ല, അവളെ പെണ്ണേന്ന് വിളിക്കുള്ളൂ. അപ്പോൾ വിപിൻ എന്തായാലും ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന് ജോലി തിരക്കുള്ളതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഹലോ ഹലോ
വിപിൻജി, ഞാൻ കമലാണ്. അയ്യോ അങ്ങനെ പറയണ്ട. നമ്മൾ ഇങ്ങനെ സംസാരിക്കാനാണ് യോഗം. അതെ അതെ അതെ, സമാഗമത്തിൽ എന്തായാലും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചു ഭയങ്കരമായിട്ട്. ഞാൻ ഐ മിസ് ഇറ്റ്. എനിക്ക് സങ്കടമായി പോയി ശരിക്കും പറഞ്ഞ. കാരണം മോള്, ഞാൻ വിധുബാലെ ഞങ്ങൾ മോള് എന്നാണ് വിളിക്കുന്നത്. മോളെ ഒരു സമാഗമത്തില് ഞാൻ അവിടെ ഉണ്ടാവാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത് ആലോചിക്കാൻ വയ്യ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാന് എന്റെ അനിയത്തിയെ പോലും ഇത്ര ഇഷ്ടപ്പെട്ട് കാണില്ല എന്നുള്ളതാണ് സത്യം. കമൽ, ഞാൻ പറയാറുണ്ട്, കാരണം വെച്ചാല് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മധു. ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യങ്ങളും ഒളിച്ചു വെച്ചിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള മധുവിന്റെ ഒരു അനിയത്തി എന്റെ തന്നെ അനിയത്തിയായി മാറുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളൂ. മോളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് അത് കരയുമ്പോ അവസാന അത്താണി ഞാനാണ് വീഞ്ചായിട്ടാ പറഞ്ഞിട്ട് വരും. അപ്പൊ പിന്നെ ഉടനെ ഞാൻ മധു പ്ലീസ് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ നിർത്തും. അങ്ങനെയായിരുന്നു. അതൊരു വലിയ കാലഘട്ടം കഴിഞ്ഞുപോയി. അമ്മയുണ്ട് ഇവിടെ, അടുത്ത അമ്മയുണ്ട്. ആഹാ, ചേച്ചിയുടെ മുടിയനായ പുത്രനാണ് ഞാൻ. മധുവാണ് നല്ല. അതെന്താണത്? മധു നല്ല മകനും ഞാൻ കുഴപ്പം പിടിച്ച കാരണം. ഓ, മധു നന്നായിട്ട് പഠിക്കും, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള അല്ലെ, അനുസരണയുള്ള മകനായിരുന്നു അല്ലെ? അല്ല, ഞാനും പഠിക്കും. അതൊരു വലിയ അരിയായി പോയിട്ട് ഞാൻ പഠിക്കും. പഠിക്കില്ലെന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ കുരുത്തങ്കട്ട പരിപാടികളൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. ഉഴപ്പി നടക്കാന്നുള്ളത് അല്ലേ? ആണോ? ഞങ്ങൾക്ക് പറ്റില്ല. ഞാനും വിപിൻ ചേട്ടനുമാണ് എല്ലാ കുഴപ്പവും ഉണ്ടാക്കുക. ഞങ്ങള് ചവിട്ടിക്കുഴച്ച മണ്ണ് എന്നുള്ള നാടകത്തിൽ തുടങ്ങിയതാണ് ബന്ധം. വളരെയധികം മിസ്സിംഗ് ആണ് എനിക്ക്. കമലിനെ മിസ് ചെയ്യുന്നുണ്ട് എന്റെ കൂട്ടത്തിൽ എന്നുള്ളതാണ് സത്യം. അതെ 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 അതെ. വളരെയധികം സന്തോഷമുണ്ട് എന്നെ കൂടെ ഉൾപ്പെടുത്തിയതിൽ. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് അമൃത ടിവിക്കും വിധുവിനും കമലിനും. ഓക്കെ, താങ്ക് യു വിപിൻജി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അവർക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ജീവിതത്തിൽ. താങ്ക് യു. ചെറുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ നീ മാറി കിടക്ക, ഞാൻ നമ്മുടെ കൂടെ കിടക്കും. ശരി. അന്ന് പാലക്കാടായിരുന്നില്ലേ? ചിറ്റൂരായിരുന്നു. അമ്മയുടെ തറവാട് അല്ല, തറവാട്ടിലല്ല, ഞങ്ങൾ വേറെ വീട് കെട്ടി. പക്ഷെ തറവാട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് തറവാട് ഭാഗം വെച്ചിട്ടില്ല. 400 കൊല്ലമായിട്ടുണ്ടാവും. അന്ന് കാരണവന്മാര് തീരുമാനിച്ചതാണ് അത് ഭാഗം വെക്കരുത്. കാരണം അമ്പാട്ട ഒരു കുട്ടി മുകളിൽ കൂര ഇല്ലാതെ നടുറോട്ട് കിടന്ന് മരിക്കരുത്. തീരെ ദരിദ്രമായ ഒരു കുടുംബമാണെങ്കിലും അവർക്ക് അവിടെ കയറി കിടക്കാം. നമുക്ക് അമ്പാട് വീടിന്റെ വിഷ്വൽസ് ഉണ്ട്, അത് കണ്ടിട്ട് തിരിച്ചു വരാം. കാണുമ്പോഴേ നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഷൂട്ടിങ്ങിനൊന്നും കൊടുക്കില്ലല്ലേ? ചോദിച്ചാൽ ഇതുവരെ കൊടുത്തിട്ടില്ല. 400-450 കൊല്ലായി കിട്ടിയിട്ട് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു. കരിങ്കല്ല് വീട്ടിലെ നടിമിറ്റ, അതിന്റെ ചുറ്റിലും 200 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. അത്രയും വലിയ നടിമിറ്റ. ഇപ്പൊ നമ്മളിനിയിപ്പോ അച്ഛനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ 99 അച്ഛൻ മരിക്കും. ഭയങ്കര ശൂന്യതയായിരിക്കില്ല അച്ഛന്റെ മരണം അല്ലെ? അത്രയും വർഷത്തെ ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല അല്ലേ? ഇവര് ട്രൂപ്പിലത്തെ വേറെ കുട്ടികളൊക്കെ പറയേ, അപ്പോഴും ചേച്ചിയെ വിട്ട് പോകാൻ പറ്റില്ല, ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. ദാമ്പത്യം 50 കൊല്ലമാണെങ്കിലും അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സത്തെ ഓർമ്മകളാണ്. നമുക്കൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെയും ഭാര്യയെ പറ്റിയുള്ള ഓർമ്മകൾ വരുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെയല്ല. അപ്പൊ അച്ഛന്റെ കുറെ ഫോട്ടോസ് ഉണ്ട് ഇവിടെ, നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം. സുഹൃതമാണ്, കാരണം ഇങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ കഴിഞ്ഞത്. ഞാനും ഏട്ടനും ഇന്ന് ആരായാലും അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും
വളർത്തലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വളർത്തുക എന്ന് പറയില്ലേ, അതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഷോയിൽ വന്ന് അമ്മ ഇത്രയും എന്താ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ ഭാഗ്യമുണ്ടായി. ഇതുപോലൊരു അമ്മ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത സന്തോഷം തോന്നി ഈ അമ്മയെ കാണുമ്പോൾ. ഈ സമാഗമത്തിൽ വന്നതിനും വളരെയധികം സന്തോഷമുണ്ട്.